തലശ്ശേരി ഫസൽ വധക്കേസിൽ തൊണ്ടിയായ തൂവാല കോടതിയിൽ നിന്നും കാണാതായി. തൂവാല എലി കരണ്ടുവെന്നാണ് കൊച്ചി CBI കോടതിയിൽ സാക്ഷി വിസ്താരത്തിനിടെ സീൽഡ് കവറിൽ എഴുതിയിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുള്ളതിനാൽ കേസിൽ തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലാണ് CBI. തലശ്ശേരി ഫസൽ വധക്കേസിൽ നിർണായകമായ തൊണ്ടിയായിരുന്നു രക്തം പുരണ്ട തൂവാല. കൊല നടത്തിയത് RSS പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഫസലിന്റെ രക്തം പുരണ്ട തൂവാല പ്രതികൾ മറ്റൊരിടത്ത് ഇട്ടിരുന്നു. ഈ തൂവാലയാണ് സാക്ഷി വിസ്താരത്തിനിടെ നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. RSS പ്രവർത്തകർ താമസിക്കുന്ന സ്ഥലത്തെ റോഡിൽ നിന്നും തൂവാല ആദ്യമായി കണ്ട സാക്ഷിയുടെ വിസ്താരത്തിനിടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. തൂവാല ഹാജരാക്കാൻ CBI അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ സീൽഡ് കവർ കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ പൊട്ടിച്ച നിലയിലായിരുന്നു. ടവൽ കാണുന്നില്ല. എലി കരണ്ട് കൊണ്ടുപോയി എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊണ്ടിയായ തൂവാല നഷ്ടപ്പെട്ടതായി വിചാരണ കോടതിയായ കൊച്ചി CBI കോടതി രേഖപ്പെടുത്തി. തൂവാല കാണാൻ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയപ്പോൾ വാടകക്കെടുത്ത കാറ് വാടകക്കെടുക്കുമ്പോൾ ആ കാറിന് പുറകിൽ സ്റ്റിക്കറുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ വന്ന വാഹനം പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിന് പിന്നിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഫസലിനെ വെട്ടി വീഴ്ത്തിയപ്പോഴും ഇതേ പണി അവരെടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫസലിന്റെ രക്തം പുരണ്ട തൂവാല കൊണ്ടുപോയിട്ട് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങള് CPM നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ വിചാരണ വേളയിൽ ഈ തൂവാല കാണാതെയായിരിക്കുന്നു. എലി കരണ്ടു എന്നാണ് പറയുന്നത്. എലി കരണ്ടു എന്ന് പറഞ്ഞാൽ ആ തൂവാലയുടെ ഒരു നൂല് പോലും ബാക്കിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ മന്ത്രിയായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലായ ഷഡ്ഡി കട്ടതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് തൂവാല നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി ആരാണ് ഈ ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി? ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി തലശ്ശേരിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള കാരായി രാജൻ. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നുന്നത് കേരളത്തിലെ SDPIക്കാരോടാണ്, സുഡാപ്പികളോടാണ്. ഇവരുടെ ഒരു ഗതികേട് നോക്കണേ. കൂട്ടത്തിൽ ഒരുത്തനെ വെട്ടി നുറുക്കിയിട്ട് അതേ വെട്ടി നുറുക്കിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച് അവർക്ക് വേണ്ടി പണിയെടുത്ത് അവർക്ക് വേണ്ടി വോട്ട് പിടിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി CPMന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത SDPIക്കാരൻ അറിയുന്നില്ല ഫസലിൻ്റെ കൊലപാതകത്തിൽ ഏറ്റവും വലിയ നിർണായക തെളിവായി മാറേണ്ട തൂവാല ഓൾറെഡി അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അത് കളവ് പോയിരിക്കുന്നു. അത് കട്ടെടുത്ത് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് SDPIക്കാരൻ അറിയുന്നില്ല. ഇതൊന്നും അറിയാതെയാണ് SDPIക്കാരൻ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി വോട്ട് പിടിച്ചത്, പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ല് മുറിയെ പണിയെടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവറ്റകളുടെ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഫസല് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, ഫസല് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് തൻ്റെ കുടുംബവും തൻ്റെ മകളും കിടന്നുറങ്ങുമ്പോൾ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാതെ എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? SDPIയുടെ ദിനപത്രമായിരുന്ന തേജസ് ദിനപത്രം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫസൽ ഇറങ്ങിപ്പോയിരുന്നത്. ആ പത്രം വിതരണം ചെയ്യാൻ ഇറങ്ങിപ്പോയ ഫസലിനെയാണ് കാരായി രാജനും സംഘവും CPMന്റെ ക്രിമിനൽ ഗുണ്ടാ സംഘം വെട്ടി വീഴ്ത്തിയിട്ട് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഫസലിന്റെ രക്തം പുരണ്ട തൂവാല കൊണ്ടുപോയിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ടു. അപ്പം അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ഈ കൊലപാതകം, ഈ നെയ്യപ്പം കഴിച്ചാൽ 2 ഗുണം എന്ന് പറഞ്ഞതുപോലെ വയറും നിറയും, ശരീരത്തിൽ പുരട്ടാൻ കുറച്ച് എണ്ണയും കിട്ടും. ഈ പറഞ്ഞതുപോലെ ഫസലിനെ കൊന്നു തള്ളുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു വർഗീയ കലാപവും 2 ഗുണത്തിന് വേണ്ടിയിട്ട്. അത് TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയപ്പോഴും ഇതേ പണിയെടുത്തിട്ടുണ്ട്. TPയെ വെട്ടി വീഴ്ത്തി കാറിന് പുറത്ത് മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. TPയെ വെട്ടി വീഴ്ത്താൻ വന്നത് ആരൊക്കെയാ? കൊടി സുനി, കിർമാണി മനോജ്. ഈ ടീം വന്നിട്ട് പി മോഹനൻ ഇവരുടെ
കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ, CPM-ന്റെ ആ പി മോഹനാണ് ഇതിൻ്റെ സൂത്രധാരൻ. പി മോഹനെയാണ് SP ഷൗക്കത്ത് അലി റോഡിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, അല്ലേ? എന്നിട്ടും CPM-കാർക്കും ഈ മാഷാ അള്ളാക്കും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. വാടകയ്ക്ക് എടുക്കുമ്പോൾ കാറിന്റെ പുറകിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാടക എടുത്തത് TP-യെ വെട്ടി വീഴ്ത്താൻ വേണ്ടി. അപ്പോൾ പ്ലാനിങ് കൃത്യമായിരുന്നു. കൊന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വഴി മാറ്റി വിടണം, അതിനുവേണ്ടി മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇപ്പുറത്ത് ഫസലിനെ വെട്ടി വീഴ്ത്തിയപ്പോഴോ അത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ഈ രക്തം പുരണ്ട തൂവാല കൊണ്ടുപോയി മറ്റൊരിടത്ത് കൊണ്ടുപോയി ഇട്ടു, അല്ലേ? ഇന്നിപ്പോൾ സാക്ഷി വിസ്താരം നടക്കുമ്പോൾ സാക്ഷി വന്നു നോക്കുമ്പോൾ തൂവാല കാണാനില്ല എന്ന് പറഞ്ഞാൽ കേസ് അവിടെ തീർന്നോ? എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഒരു നടപടി ഉണ്ടാവില്ല. കൃത്യമായിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ ഇതിന് വേണ്ട പണികളൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ SDPI-ക്കാരെ എവിടെയൊക്കെയാ പണിയെടുത്തത് CPM-ന് വേണ്ടിയിട്ട്? കേരളത്തിലുടനീളം CPM-ന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. CPM-ന് വേണ്ടി പണിയെടുത്ത് എടോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, SDPI-ക്കാരാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വിളിക്കുന്നത്? സഹോദരന്മാരാണ്. അങ്ങനെയല്ലേ നിങ്ങളെല്ലാവരും? അങ്ങനെ നിങ്ങൾ പ്രത്യേകം, നമ്മുടെ നാട്ടിലെ എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവർ കൂട്ടത്തിൽ സഹോദരനാണ്, ഒരു പ്രത്യേക അഭിസംബോധന, സഹോദര എന്നാണ് വിളിക്കുന്നത് ഇവർ പരസ്പരം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ സഖാക്കൾ വെട്ടി വീഴ്ത്തിയിട്ട് ഞാൻ ചോദിക്കുന്നത്, അവനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാ. അതും പോകട്ടെ, ഇപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഫസലിന്റെ രക്തത്തിന്, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഫസലിന്റെ രക്തത്തിന് ഒരു വിലയുമില്ലേ, ഒരു വാല്യൂമില്ലേ അതിന്? ആ മനുഷ്യൻ്റെ എന്തല്ലേ നിങ്ങൾക്ക്? എന്തല്ലേ നിങ്ങൾക്ക്? ആരുടെ കൂടെയാണെങ്കിലും അധികാരം വേണം, അത്രയല്ലേ ഉള്ളൂ. അത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനു വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത്, അല്ലാതെ വേറെ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നഷ്ടപ്പെട്ടത് ഫസലിൻ്റെ ഭാര്യക്ക്, ഫസലിൻ്റെ ഉമ്മക്ക്, ഫസലിൻ്റെ മകൾക്ക്, അല്ലേ? ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതല്ലേ ഈ ഫസൽ വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലും തെളിവും ഈ കർച്ചീഫ് മാത്രമായിരുന്നു. അത് കാണാനില്ല. ആന്റണി രാജു ഷഡ്ഡി കട്ട് കൊണ്ടുപോയതുപോലെ ഇപ്പൊ ഇതും കാണാനില്ല. ആന്റണി രാജു ഷഡ്ഡി കട്ടുകൊണ്ടിട്ട് എന്താക്കിയേ? ഒന്ന് കൊണ്ടുപോയിട്ട് വെട്ടി ചെറുതാക്കി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവന്ന് വെച്ചു. വലുപ്പം സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ കർച്ചീഫ്, എടോ, എലി കരണ്ടാൽ നമുക്കറിയാലോ, എലി കരണ്ടാൽ അതിൻ്റെ അതും സീൽഡ് കവറിൽ ഉണ്ടായിരുന്ന സാധനം എലി കരണ്ടാൽ ആ കവറടക്കല്ലേ, ആ സീൽഡ് കവറിൻ്റെ ഉള്ളിലേക്ക് ആ കവറിന് ഒരു ഡാമേജും വരുത്താതെ എങ്ങനെയാ എലി കിടക്കുന്നത്? കവറ് കോടതിയിലെത്തിയപ്പോൾ സീൽഡ് കവർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എലി കരണ്ടതാണെന്നാണ് പറയുന്നത്. എലി കരണ്ടതാണെങ്കിൽ ഈ കവറിൽ ആ കർച്ചീഫിൻ്റെ ഒരു നൂലിൻ്റെ കഷ്ണം, ഒരു ശേഷിപ്പ് എലി കരണ്ടാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇത് എലി എന്താ ഇങ്ങനെ തുടച്ച് നക്കിയെടുത്ത് കൊണ്ടുപോയോ? എനിക്ക് മനസ്സിലാവാനിട്ട് ചോദിക്കുകയാണ്. എലി കരണ്ട ഈ സാധനം കർച്ചീഫ് വെച്ച കവറിന് ഒരു കുഴപ്പമില്ല. കവറിന്മേൽ ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല സീൽഡ് ചെയ്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച കവറ് ഫുൾ ഒരു മനുഷ്യൻ അയാളുടെ കൈകൊണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ ഓപ്പൺ ആയിരിക്കുന്നു. എലി കരണ്ടതാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂലേ എലി കരണ്ട കവറിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക? എലി കാർന്ന് തിന്നാൽ ആ കവറിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതൊരു മനുഷ്യൻ അയാളുടെ കൈ കൊണ്ട് പൊട്ടിച്ച് വെച്ചതുപോലെ ഉണ്ടാകണമെങ്കിൽ കൃത്യമല്ലേ? പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുന്നിൽ മെറ്റീരിയൽ എവിഡൻസുകൾ വേണം. അതില്ലാത്ത കാലത്തോളം കോടതി, ഞാൻ ചോദിക്കുന്നത് SDPI-ക്കാരാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ വെട്ടി വീഴ്ത്തിയിട്ട് ആ ഫസലിൻ്റെ ചോരക്ക് യാതൊരു വിധത്തിലുള്ള വാല്യൂവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ?
എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്? ഇതേ സഖാക്കൾക്ക് വേണ്ടിയിട്ട്, കാരായി രാജന് വേണ്ടിയിട്ട്. രാജൻ മാത്രമാണോ ഇതിൻ്റെ? നിങ്ങൾ ഈ രാജൻ്റെ സഹോദരൻ കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നപ്പോൾ തലശ്ശേരി ടൗണിൽ പ്രകടനം നടത്തിയ ആളുകളാണ് നിങ്ങൾ. ചന്ദ്രശേഖരൻ ആ കസേര ഒഴിയണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ആളുകളാണ് നിങ്ങൾ. ഇന്നിപ്പോ ആ രാജൻ തലശ്ശേരിയുടെ ജനപ്രതിനിധിയാണ് കാരായി രാജൻ. ആ ഫസലിനോട്, ഫസലിൻ്റെ മകളോട്, ഫസലിൻ്റെ ഭാര്യയോട്, ഫസലിൻ്റെ ഉമ്മയോട്, ആ സ്ത്രീകളോട് SDPIക്കാരാ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ, ഉളുപ്പൊക്കെ പോട്ടെ എടോ, ഒരു എന്താ പറയേണ്ടത്, ഒരു മനസാക്ഷി ഇല്ലാതെ, ഉളുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടിപ്പോകും. മനസാക്ഷി എന്ന് പറയുന്നൊന്നുണ്ടല്ലോ, എങ്ങനെ സാധിക്കുന്നടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ വെട്ടി വീഴ്ത്തിയവർക്ക് വേണ്ടിയിട്ട്, അതും രാഷ്ട്രീയ വിരോധം ഒന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ വെട്ടി വീഴ്ത്തിയതിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? എന്താണെങ്കിലും ഫസൽ വധക്കേസിലെ കേസ് ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി ഇതിൽ ആരും ശിക്ഷിക്കപ്പെടില്ല. കാരണം എന്താ? ഏറ്റവും വലിയ തെളിവ്, കോടതിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവ് അതാണ് ഈ പറയുന്ന കർച്ചീഫ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് തെളിയിക്കാൻ, എങ്ങനെ തെളിയിക്കാൻ? തെളിയിക്കണമെങ്കിൽ മെറ്റീരിയൽ എവിഡൻസുകൾ വേണം കോടതിക്ക്. തെളിവുകളില്ലാതെ കോടതി ഒന്നും സ്വീകരിക്കില്ല. കോടതിക്ക് ഇപ്പോൾ ബോധ്യമുണ്ട്, ജഡ്ജിക്ക് ഇപ്പോൾ ഒരു ബോധ്യം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് എലി കരണ്ടതല്ല, ഇത് മറ്റാരോ ആണ് മാറ്റിയത് എന്ന് ബോധ്യമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കോടതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് ഈ രാജ്യത്തെ ഭരണഘടന പ്രകാരമായിരിക്കണം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പ്രകാരമായിരിക്കണം. അവിടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? അത് മെറ്റീരിയൽ എവിഡൻസുകളാണ്. ആ മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ലാത്ത കാലത്തോളം കോടതിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഫസൽ വധക്കേസ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതിലെ ഏറ്റവും സുപ്രധാനമായ തൊണ്ടി മുതൽ, തെളിവുകളിൽ തൊണ്ടി മുതലായിട്ടുള്ള ആകെ ഒരു സാധനം അതാണിത്. നഷ്ടപ്പെട്ടു. ഇനി എന്ത് വെച്ചിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകും? എങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞാൽ തെളിവുകൾ അത്രയും നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ. മാത്രവുമല്ല, ഇനിയിപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ, ഇതിനി അപ്പീൽ പോയി എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ഈ പറയുന്ന പ്രതികൾ ചത്തൊടുങ്ങിയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വിധി വരിക. അല്ലാതെ വരുമോ? വരില്ലെന്നേ. കാരണം എന്താ? കാരണം ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകണം. എന്താണെങ്കിലും ഫസലിനോട്, ഫസലിൻ്റെ രക്തത്തിന് യാതൊരു വിലയുമില്ലെന്ന് ഫസലിനെ സഹോദര എന്ന് വിളിച്ച് നടന്ന അതേ സുഡാപ്പിക്കാർ അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടത് ഫസലിൻ്റെ ഭാര്യക്ക്, നഷ്ടപ്പെട്ടത് ഫസലിൻ്റെ മാതാവിന്, നഷ്ടപ്പെട്ടത് ഫസലിൻ്റെ മകൾക്ക്. മറ്റാർക്ക് എന്ത് നഷ്ടം? ഒരു നഷ്ടവുമില്ല. ഇതേ SDPIക്കാരൻ കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ്റെ സഹോദരൻ കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായി വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് തലശ്ശേരിയിലൂടെ പ്രകടനം നടത്തിയവർക്ക് ഇന്ന് എന്ത് പറയാനുണ്ട്? അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഫസലിന് SDPIയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാ. ന്യായീകരണങ്ങൾ കൊള്ളാം, നല്ല അടിപൊളി ന്യായീകരണങ്ങൾ. എവിടെ പോയി SDPIക്കാരാ നിന്റെ പോരാട്ട വീര്യം? എവിടെ പോയി SDPIക്കാരാ നിന്റെ ചങ്കൂറ്റം? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നു തള്ളിയിട്ടും നിനക്ക് പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പേരാണ് SDPIക്കാരാ ഗതികേട് എന്ന് പറയുന്നത്. നിന്റെ പേരാണ് ഗതികേട്. എന്തുണ്ടായി SDPI കൊണ്ട് ഈ സമൂഹത്തിന് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, കുറേ യുവാക്കളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു. അതാണ് ഈ സമൂഹത്തിന് കിട്ടിയ ഒരു നേട്ടമല്ല, കോട്ടം. നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമൂഹത്തിന് കിട്ടിയത് കോട്ടങ്ങൾ മാത്രമാണ്. ഒരുപാട് യുവാക്കളുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു ഇവറ്റകൾ എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഫസലുമുണ്ട്, ഫസലിൻ്റെ കുടുംബമുണ്ട്, ഫസലിൻ്റെ മാതാവുണ്ട്, ഫസലിൻ്റെ ഭാര്യയുണ്ട്, ഫസലിൻ്റെ മകളുണ്ട്.
നഷ്ടങ്ങളുടെ കോട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം മാത്രമാണ് സമൂഹത്തിന് മുന്നിൽ SDPIയുടെ സംഭാവന എന്ന് പറയുന്നത്. എന്താണെങ്കിലും സഖാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, കാരായി രാജൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്